ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ദ പവർ ഓഫ് അവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിന് 3 അറകളുണ്ടെന്ന് പറയാം. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. നാം കൂടുതലായിട്ട് ചിന്തിക്കുന്നത് പറയുന്നതുമായ കാര്യങ്ങൾ ബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മെ അങ്ങനെ പ്രവർത്തിപ്പിക്കും. അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡൻ്റായി, ഗവേഷകനായി, ഒരു ശാസ്ത്രജ്ഞനായി. ഇതെങ്ങനെ സാധിച്ചു? അദ്ദേഹം മനസ്സിനെ എന്നും പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ വിന്നർ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. അതിനാൽ ഇന്ന് പരാജയപ്പെട്ടാൽ വീണ്ടും നാം പരിശ്രമിക്കണം, വിജയത്തിലെത്തുന്നത് വരെ. അബ്ദുൽ കലാം പറയുന്നു, വി ആർ ബോൺ വിത്ത് എ ഡിവൈൻ ഫയർ ഇൻ us. അവർ എഫേർട്ട് ഷുഡ് ബി ഗീവ് വിങ്സ് ടു ദിസ് ഫയർ. ദൈവരാജ്യം നമ്മളിൽ തന്നെ ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമുക്കിങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നും പോസിറ്റീവായ 10 കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പതിവായി കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഉപബോധ മനസ്സ് സ്വീകരിച്ച് പ്രവൃത്തി പദത്തിലെത്തിക്കാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അഫർമേഷൻസ്, ദൈവം എൻ്റെ കൂടെയുണ്ട്, എല്ലാം ചെയ്യാൻ